രാവിലെ തന്നെ ഒരു കട്ടനൊക്കെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുവാണേ. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ തേണ്ടേ രാവിലെ തന്നെ ആലോചിച്ചിങ്ങനെ നിൽക്കുവാണ്, എന്താണ് ഇന്ന് രാവിലെ കറി വെക്കുന്നത് എന്നാണ് നമ്മളുടെ ഇന്നത്തെയും ആലോചന, എന്നത്തെയും പോലെ കേട്ടോ. അപ്പം പിന്നെ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടാക്കി തരുന്ന സമയത്ത് നമുക്കിതിനെപ്പറ്റി ഒന്നും അറിയണ്ടായിരുന്നു അല്ലേ. ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി നമുക്കൊരു കുടുംബജീവിതം ആകുമ്പോഴാണ് നമ്മളിതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നത്. അന്നൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ 100 കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തുവാ ചിലപ്പം കഴിക്കത്തില്ല, ചിലപ്പം കഴിക്കും. പിന്നെ പണ്ടത്തെ കാലത്തൊക്കെ അങ്ങനെ കുറ്റം പറഞ്ഞിരിക്കാനുള്ള കറികളോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. എന്തെങ്കിലും ഒരു കൂട്ടം കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നേ കാണത്തുള്ളായിരുന്നു. ഇന്നല്ലേ 2, 3, 4 കൂട്ടം കറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അന്നൊക്കെ ഒരു കറി കിട്ടിയാൽ അത് ഭയങ്കര ടേസ്റ്റുമായിരുന്നു കഴിക്കാനായിട്ട്. നമുക്കന്ന് അത് മതിയായിരുന്നു. ഒരു കറി, ഒന്നെങ്കിൽ ഒരു മുളക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോരനായിരിക്കും, അല്ലെങ്കിൽ ഒരു ചാറ് കറിയായിരിക്കും, വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഇറച്ചിയും മീനും ഒക്കെ വാങ്ങിക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴത്തേനായിരുന്നു ഇറച്ചി ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഡെയിലി എല്ലാവർക്കും ഇറച്ചിയും മീനും ഒന്നും ഇല്ലാതെ ചോറൊന്നും ഇറങ്ങത്തില്ല. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, ഞാൻ കറി വെക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോൾ ഒരു ഇടിഞ്ചക്ക മേടിച്ചായിരുന്നു. അപ്പോൾ നല്ല വിലയാണ്. ഒരു 15 ദിർഹംസോളമായി നമ്മുടെ ഇടിഞ്ചക്കയുടെ വില. അപ്പം ചേട്ടന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഭയങ്കര നാടൻ കറികളോടാണ് ചേട്ടന് ഭയങ്കര താല്പര്യം. എനിക്കും അതുപോലെ തന്നെയാണ്. ഇങ്ങനെയുള്ള കറികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. തോരൻ കറിയൊക്കെ ആണെങ്കിലും ഒരു കൂട്ടം കറിയൊക്കെ ഉണ്ടല്ലോ എനിക്ക് ചോറിനാനൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ചാറും തോരനും എല്ലാം വേണം. പിന്നെ രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഇച്ചിരി പ്രശ്നം. ഞങ്ങൾക്ക് പിന്നെ എന്താണെങ്കിലും അഡ്ജസ്റ്റ് ആയിപ്പോവും. ഞാൻ പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇടിഞ്ചക്ക തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കുറേ നേരം ആലോചിച്ച് നിന്നതിന് ശേഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ ഇതിരുന്ന് കഴിഞ്ഞാലും ചിലപ്പോൾ വാടിപ്പോവും. നമ്മൾ ഇത്രയും വില കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് തന്നെ അങ്ങ് കറി വെച്ചേക്കാമെന്ന് വെച്ചു. പകുതിയേ എടുക്കുന്നുള്ളൂ കേട്ടോ. പകുതി ബാക്കി ഇവിടെ വെക്കാമെന്ന് വിചാരിച്ച്. ആ പകുതി കൊണ്ട് വേറെ എന്തെങ്കിലും ഒപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം മുഴുവത്തോടെ എടുത്തിട്ടില്ല. പകുതി തന്നെ നമുക്കിവിടെ കൂടുതലാണ്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. പിന്നെ ഇത് മുറിക്കുമ്പോഴത്തേന് ഇതിത്തെ മുഴുവൻ അരക്കാണേ. നല്ലതായിട്ട് അരക്കുണ്ട്. ഞാൻ പിന്നെ ഒരു കടലാസൊക്കെ എടുത്ത് വെച്ച് നന്നായിട്ടൊക്കെ തൂക്കും. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചകിരിയും തുണിയും, അങ്ങനെ തുണി ഇവിടെയുണ്ട്, ചകിരിയും കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമ്മൾ അരക്കൊക്കെ തൂത്തെടുക്കുന്നത്. പിന്നെ ഞാൻ എണ്ണയൊക്കെ പുരട്ടി കയ്യെ പുരട്ടിയിട്ട് ഇതൊന്ന് അരിഞ്ഞൊക്കെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇടിച്ചക്ക തോരൻ വെക്കാൻ പിന്നെ ഒരു രസം ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. രസം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കറിയാണ്. പിന്നെ ഇവർക്ക് 2 പേർക്കും ഇഷ്ടമാണ്. രാഹുലിനും ഇഷ്ടമാണ്, ചേട്ടനും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊത്ത് രസം ഉണ്ടാക്കാം. രസം ചുമ്മാ കുടിക്കാനൊക്കെയാണ് ചേട്ടനൊക്കെ വലിയ കാര്യമാണ്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇന്നലെ തന്നെ ചിക്കൻ്റെ പുരട്ടി വെക്കാനായിട്ട് പോവാണ്. ഇന്നലത്തെയാണ് ഇത് കേട്ടോ. ഇന്നലെ വൈകുന്നേരം ഞാനിതെല്ലാം കഴുകി പെറുക്കിയിട്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൊച്ചുള്ളിയും എല്ലാം കൂടെ അരച്ച് വെച്ചിരുന്നതാണ്. അതും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കുരുമുളകും കൂടി അരച്ചിട്ടുണ്ട് അതിനകത്തോട്ട്. പക്ഷേ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വേറെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മുളക് പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കണം. വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇന്നലെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച ചിക്കനാണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പം പുരട്ടിയിട്ട് നമ്മളൊരു ദിവസം വയ്ക്കുവാണെങ്കിൽ ഇത് നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ഫ്രീസറിനകത്ത് വെക്കേണ്ട കാര്യമില്ല, താഴെ തന്നെ വെച്ചാൽ മതി. താഴെ തന്നെ വെച്ചതിന് ശേഷമാണ് ഇതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ കറിയൊക്കെ ഓക്കെ ആവും. ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ നമ്മുടെ തോരനും പിന്നെന്താണ് രസവും. ഇത്രയാണ് ഇന്നത്തെ നമ്മളുടെ കറികൾ. അപ്പോൾ ഇത് ഞാൻ ഇന്നലെ പുരട്ടി വെച്ചതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെയാണ് സാധാരണ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് ഇതുപോലെ. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനൊന്ന് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഞാൻ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വെളിച്ചെണ്ണയിലാണ്. എനിക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുന്നതാണ് ഇഷ്ടം. അതിൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടം. നമ്മുടെ നാടൻ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റില്ലേ, നാടൻ ചിക്കൻ ഫ്രൈ, അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തോരൻ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വൻപയറിട്ടാണ് നമ്മൾ തോരൻ വെച്ചിരിക്കുന്നത്, നമ്മുടെ ഇടിഞ്ചക്ക തോരൻ. ഇതിപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ചോറിനൊന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. 3 നേരവും 3 പേരും ഇച്ചിരി ചോറിനും അത് മസ്റ്റായിട്ട് ഇവിടെ വേണ്ട കാര്യമാണേ.
പിന്നെ ഓർത്ത് രസം വെക്കാനായിട്ട് വേണ്ടേ, രസത്തിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുള്ളതാണ്. സാധാരണ ഒരേ രീതിയിൽ തന്നെയാണ് ഞാൻ രസമൊക്കെ വെക്കുന്നത്. വെറൈറ്റി ആയിട്ടൊന്നും ഇന്നുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഇല്ല, വെച്ചിട്ടുമില്ല. ഞാൻ കൂട്ടാത്തതുകൊണ്ട് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല വേറെ രീതിയിലൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാനോർത്ത് രാഹുലിനോട് ഞാൻ ചോദിച്ചു എന്തുവാ ഉണ്ടാക്കണം ചോദിച്ചു. പറഞ്ഞു പുട്ടുണ്ടാക്കാൻ പറഞ്ഞു. അപ്പം പഴം വാങ്ങിച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അതും വെറുതെ പോകണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ പുട്ടിനുള്ള പൊടിയൊന്ന് നനച്ച് വെക്കുന്നുണ്ട്. വേണ്ട നമ്മുടെ സ്റ്റീംഡ് പൊട്ടുപൊടിയാണ്. അപ്പോൾ അതാകുമ്പോഴത്തേനും നമ്മൾ വെള്ളം ഒഴിച്ച് കുറച്ച് നേരം വെക്കുവാണെങ്കിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ഒരു തവണ ഇട്ട് ഞാൻ കോരി, ചെറിയ ചട്ടിയായതുകൊണ്ട് ഒരു 2-3 കഷ്ണം വീതം വറക്കാൻ പറ്റത്തുള്ളൂ. ഒരു തവണ കോരി രണ്ടാമത്തെ തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചായ വെച്ചിട്ടുണ്ട് രാഹുലിന്, എനിക്കും. പിന്നെ കുക്കർ വെച്ചിട്ടുണ്ട് നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട്. ഇനി പുട്ടും കൂടെ ഉണ്ടാക്കണം. പിന്നെ ചോറും പൊതി എടുക്കണം. രസവും തോരനും ചിക്കൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുറേശ്ശെ ഉണ്ടാക്കി എടുത്താൽ മതിയല്ലോ. അവർക്ക് പൊതിക്കും കൊണ്ടാണല്ലോ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പിന്നീടാണെങ്കിലും ചെയ്തെടുത്താൽ മതി. എനിക്ക് കഴിക്കാനുള്ള ഉച്ചക്കത്തേക്കിന് പോരെ, അത് അന്നേരത്തേക്കിനാണെങ്കിലും ചെയ്തെടുത്താൽ മതി. പിന്നെ 6 മണിന്നൊരു സമയമായി കഴിഞ്ഞാൽ ചേട്ടൻ വന്നിരുന്ന് വിളിക്കാൻ തുടങ്ങും. ചോറെടുത്തോ എന്ന് ചോദിച്ചു. ചേട്ടൻ രാവിലെ കഞ്ഞി കുടിക്കുന്ന ഒരു പതിവുള്ളതുകൊണ്ട് ആ കഞ്ഞി എപ്പോഴും രാവിലെ 6 മണിയൊക്കെ ആകുമ്പോൾ കിട്ടണം. അത് മേശപ്പുറത്തെടുത്ത് വെക്കണം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ രസമൊക്കെ പാത്രത്തിനകത്ത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുവാണ്. എല്ലാം വെവ്വേറെയാണ് ഇറക്കുന്നത്. ഇവർ 2 പേരും 2 സമയത്താണ് ചോറുന്നത്. ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്, പക്ഷേ 2 പേരും 2 സമയത്താണ് ചോറുന്നത്. അതുകൊണ്ട് 2 പേർക്കും എല്ലാം എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ ആദ്യം രസം എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. രസം എടുത്ത് വെച്ചിട്ട് പിന്നെ ബാക്കി ചിക്കനും തോരനും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ചേട്ടന് ചോറിനാൻ എടുത്തു വെച്ചു. രാഹുൽ കുളിക്കാൻ കയറിയിരിക്കുവാണ്. അപ്പോൾ അവനുള്ള പുട്ടും പഴമൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ സമയത്തേക്കും ചൂടോടെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ആദ്യം ചോറെടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചോറിനുള്ള ചിക്കൻ ഫ്രൈയും കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ നമ്മൾ ചോറെടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ നമ്മുടെ പുട്ടിന് ആവി വന്നു. അപ്പോഴത്തേന് ഞാൻ പുട്ടെടുത്തിട്ട് ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. മറ്റേ പുട്ടുണ്ടാക്കിയാലായിട്ട് ഒത്തിരി ഉണ്ടെന്നും പറഞ്ഞാൽ അവന് വലിയ താല്പര്യമില്ല. ഇടയ്ക്ക് സമയങ്ങളിലൊക്കെ ഞാൻ ഉണ്ടാക്കുവേ, ആ പുട്ട് കുറ്റിക്കകത്ത് ഉണ്ടാക്കും. ചില സമയത്ത് ഇതിനകത്താണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഉണ്ടാക്കുമ്പോൾ പണ്ട് കാലത്തൊക്കെ കഴിച്ചൊരു ഫീലാണ് അതിനകത്ത് ഉണ്ടാക്കുമ്പോൾ. ഇതിപ്പം പുതിയതായിട്ട് വന്നതല്ലേ ചിരട്ടപ്പുട്ടൊക്കെ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്നും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചോറും പൊതിയും കാര്യങ്ങളും എല്ലാം കഴിക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ രാവിലത്തെ ധൃതിയിലുള്ള ജോലികളൊക്കെ തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയേ ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.